ഞാൻ ഓർത്തഡോക്സ് സഭയിൽ ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പെന്തക്കോസ്തിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഓർത്തഡോക്സ് സഭയിൽ ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ട്രൂ ഓർത്തഡോക്സ് ചർച്ചിൽ ചേരാനാണ് ഞാൻ ആഗ്രഹിച്ചത്, അല്ലാതെ കഞ്ഞിക്കുഴി കൊള്ളസംഘത്തിൽ ചേരാനല്ല. അപ്പൊ ആ ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് ചില ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് രസിക്കുകയാണ്. ഈ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞാൽ കഞ്ഞിക്കുഴി ക്ലിപ്തം ആണെന്ന് ആര് പറഞ്ഞു? ദാറ്റ് ഈസ് നോട്ട് ആൻ ഓർത്തഡോക്സ് ചർച്ച്. 10,000 വിശുദ്ധന്മാര്, സ്ലീഹന്മാര്, സഹദയന്മാര്, മൗദ്യാനന്മാര്, ഏവങ്കേലിസ്തന്മാര്, മരുഭൂപിതാക്കന്മാര്, മരുഭൂമാതാക്കന്മാര്, ഈ ഹിദായക്കാര്, ഇവരെല്ലാം വലിയ സംഘമാണ്. ക്രൗഡ് ഓഫ് വിറ്റ്നസസ് സുറിയാനി സഭയ്ക്കുള്ളത്. അത്രമാത്രം സമ്പന്നമായ ആ ഒരു സഭാ പാരമ്പര്യം നമുക്ക് വേണം. ആ സഭാ പാരമ്പര്യം ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല, നിലനിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് യാക്കോബായ സഭയുടെ ഈ കേരളത്തിൽ യാക്കോബായ സഭ അങ്ങനെ നിൽക്കണം, ആ പൂർവിക പാരമ്പര്യത്തിൽ പൈതൃകത്തിൽ അങ്ങനെ നിൽക്കണമെന്ന് ചില ആളുകൾ തീരുമാനിച്ചു. ഒരുപാട് ത്യാഗവും കഷ്ടവും ഒക്കെ സഹിക്കേണ്ടി വന്നു. എങ്കിലും ആ പൈതൃകം കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. അതിനുവേണ്ടിയാണ് ത്യാഗപൂർണമായ ഒരു തീരുമാനം പെരുമ്പള്ളി തിരുമേനി എടുത്തത്. അദ്ദേഹം ആ സാഹസത്തിന് മുതിർന്നത്. അല്ലാതെ ചുമ്മാ ചുവന്നുപ്പായിട്ട് വെച്ച് ആള് കളിക്കാനല്ല. ഇവിടുത്തെ പൈതൃകം പുറത്ത് പറയാൻ കൊള്ളുന്ന പൈതൃകമല്ല. ഇവിടുത്തെ പാരമ്പര്യം പുറത്ത് പറയാൻ കൊള്ളുന്ന പാരമ്പര്യമല്ല. ടിപ്പു സുൽത്താൻ വന്നപ്പോ ടിപ്പു സുൽത്താൻ, കേണൽ മൺറോ വന്നപ്പോ കേണൽ മൺറോ, റഷ്യക്കാർ വന്നപ്പോ റഷ്യക്കാര്, ആന്റോണോവിച്ച് വന്നപ്പോ ആന്റോണോവിച്ച്, കലാഷ്നിക്കോ വന്ന കലാഷ്നിക്കോ, ആരെ കണ്ടാലും അപ്പ കാണുന്നവനെ അപ്പാ എന്ന് വിളിക്കുന്ന ഒരു പാരമ്പര്യവും പൈതൃകവുമാണ് കൂടുതൽ മലയാളികൾ കാണിച്ചിട്ടുള്ളത്. അപ്പൊ തനത് ദേശീയ സഭ എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാരമ്പര്യമേ ഉള്ളൂ. ഫൗണ്ടേഷൻ ഓഫ് ദ ചർച്ച് എന്താണ്? സഭയുടെ അടിസ്ഥാനം അപ്പോസ്റ്റൽസ് ആൻഡ് പ്രോഫറ്റ്സ്. സ്ലീഹന്മാരും സഹദയന്മാരും ഏവൻഗലിസ്തന്മാരും മൗദ്യാനന്മാരും, ഇവരുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സഭയിലാണ് നമ്മൾ ഉൾപ്പെട്ടു നിൽക്കേണ്ടത്. അതാണ് ട്രൂ ചർച്ച്. അല്ലാതെ കുറച്ച് പ്രാർത്ഥന ചൊല്ലാൻ പഠിക്കുക, ധൂപക്കുറ്റി വീശാൻ പഠിക്കുക, മറുവകസ അനക്കാൻ പഠിക്കുക, കൈമണി കിലുക്കാൻ പഠിക്കുക, കുന്തിരിക്കം പുകയ്ക്കാൻ പഠിക്കുക, എല്ലാം ആയി എന്നാണ് പലരും ചിന്തിക്കുക. ഇതാണ് മലങ്കരയിൽ സംഭവിച്ചത്. അതായത് സുറിയാനിക്കാരിവിടെ സൈത്തണ്ണയും മൂറോനും കുന്തിരിക്കവും അങ്ങനെ പലവിധ പുസ്തകങ്ങളും പ്രാർത്ഥനാ ക്രമങ്ങളും ഇതുമായിട്ടെല്ലാം വന്നപ്പോ അവരിൽ നിന്ന് ഇതൊക്കെ പഠിച്ചെടുത്തു. ഇതൊക്കെ പഠിച്ചെടുത്തു കഴിഞ്ഞപ്പോ മലയാളത്ത് നാട്ടുകാർക്ക് തോന്നി വിദ്യകളൊക്കെ നമ്മൾ കൈവശമാക്കി, എന്തിനാണ് ഇനി ഇവരുടെ ആവശ്യം? അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഈ പരിപാടി നടത്താം എന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് അവർക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നില്ല. മലയാളത്തിൽ ഒരിക്കലും നമുക്ക് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം എന്ന് പറയുന്ന ഇവര് ദേശീയവാദം ഉന്നയിക്കുന്നുണ്ട്, തനത് സഭാവാദം ഉന്നയിക്കുന്നുണ്ട്. തനത് സഭാവാദം ഉന്നയിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിലുള്ള സഭ ആവില്ലത്. ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഇത്തിൽക്കണ്ണി പോലെയാണ്. ഇത്തിൽക്കണ്ണി ഒരിക്കലും മരത്തിന്റെ ഭാഗമല്ല. മരത്തിൽ നിന്ന് അത് പോഷകാംശങ്ങൾ വലിച്ചെടുക്കുന്നുണ്ട്. ആ മരത്തിന്റെ ഫലപ്രദമായ വേരിന്റെ പങ്കാളിത്തം ചൂഷണത്തിലൂടെ, അതൊരിക്കലും ലെജിറ്റിമേറ്റ് പാർട്ട് ഓഫ് ദ ട്രീ അല്ല. ഒരു വൃക്ഷത്തിന്റെ യഥാർത്ഥത്തിലുള്ള സ്വാഭാവിക ശിഖരമോ സ്വാഭാവിക കൊമ്പോ സ്വാഭാവികമായ ഒരു നൈസർഗിക ഭാഗമല്ല ഈ ഇത്തിൽക്കണ്ണി എന്ന് പറയുന്നത്. ഇറ്റ്സ് ജസ്റ്റ് എ പാരാസൈറ്റ്. അപ്പൊ ഈ ഇത്തിൽക്കണ്ണി പോലെ സുറിയാനി സഭയുടെ പ്രാർത്ഥനകളും കുദാശകളും അപഹരിച്ച് അനുകരിച്ച് അവതരിപ്പിച്ച് ഒരിക്കലും ട്രൂ ചർച്ച് ആവില്ല. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര വളരെ കാര്യമായിട്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇന്നും ഓർത്തഡോക്സ് സഭ, ഞാൻ ഓർത്തഡോക്സ് സഭയിൽ ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പെന്തക്കോസ്തിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഓർത്തഡോക്സ് സഭയിൽ ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ട്രൂ ഓർത്തഡോക്സ് ചർച്ചിൽ ചേരാനാണ് ഞാൻ ആഗ്രഹിച്ചത്, അല്ലാതെ കഞ്ഞിക്കുഴി കൊള്ളസംഘത്തിൽ ചേരാനല്ല. അപ്പൊ ആ ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് ചില ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് രസിക്കുകയാണ്. ഈ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞാൽ കഞ്ഞിക്കുഴി ക്ലിപ്തം ആണെന്ന് ആര് പറഞ്ഞു? ദാറ്റ് ഈസ് നോട്ട് ആൻ ഓർത്തഡോക്സ് ചർച്ച്. മെൽബോണിൽ താമസിക്കുന്ന അലക്സ് മാത്യുവിനോടാണ് ഈ കാര്യം ഞാൻ പറയുന്നത്. വിശേഷിച്ച് ഈ ഭാഗം ആരെങ്കിലും മുറിച്ച് ദയവായി അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുക. കാരണം പ്രിയപ്പെട്ട സഹോദര, ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ 5 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അവിടെ ഒരു ഓർത്തഡോക്സ് ചർച്ച് രൂപപ്പെട്ടത് എനിക്കറിയത്തില്ല. ഞാൻ സഭാചരിത്രം പഠിച്ചിട്ട് അങ്ങനെ കഞ്ഞിക്കുഴിയിൽ ഒരു ഓർത്തഡോക്സ് ചർച്ച് ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. അപ്പൊ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിനെ കുറിച്ചാണ് പറയുന്നത്. സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൽ അംഗമാവുക. കാരണം ആ സഭയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയമുണ്ട്. ആ സഭയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏവങ്കേലിസ്തന്മാരുണ്ട്, നിബിയന്മാരുണ്ട്, സ്ലീഹന്മാരുണ്ട്, സഹദന്മാരുണ്ട്, മൗദ്യാനന്മാരുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം പ്രാർത്ഥനകൾ നിറഞ്ഞ് പരിലസിച്ച് നിൽക്കുന്ന ഒരു സഭ, സൗഭാഗ്യദായകമായ സഭാജീവിതം എന്ന് പറയുന്ന അവിടെയാണ്. കഞ്ഞിക്കുഴിയിൽ എന്താ ഉള്ളത്?
അപ്പൊ അതാ പറഞ്ഞ കേരളത്തിലെ സഭ മലയാളത്തിൽ നാട്ടുകാരുടെ മാത്രമായ സഭ എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ദരിദ്രമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് പല സംഗതികളുമുണ്ട്. ഇപ്പൊ കാട്ടുമങ്ങാട്ട് ഏബ്രഹാം മൽപ്പാൻ യെരുശലേം പാത്രിയർക്കീസ് ഗ്രിഗോറിയോസ് വാർദ്ധക്യത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ വഞ്ചിച്ച് മെത്രാൻ പട്ടം വാങ്ങി സ്വതന്ത്ര മലബാർ സുറിയാനി സഭ സ്ഥാപിച്ചു. ഒരു സഭയിലൊരു പിളപ്പാണ്. അപ്പൊ സുറിയാനി സഭയെ എല്ലാ ആളുകളും എന്ത് ചെയ്തു? പല പല കഷണങ്ങളാക്കി കൊണ്ടുപോവുക. അവരുടെ സ്വാർത്ഥമായ ലാഭത്തിന് വേണ്ടി, ജഡീകമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി സഭാഗാത്രത്തെ ഛിന്നഭിന്നമാക്കി. വിശ്വാസികളെ തങ്ങളുടെ പിന്നാലെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. എന്നാൽ അവർക്കൊരിക്കലും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും കാത്തു സൂക്ഷിക്കുവാൻ കഴിവുള്ളവരോ പ്രാപ്തിയുള്ളവരോ ആയിരുന്നില്ല. അപ്പൊ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചവരുടെ ക്ലൗഡിൽ ചേർന്ന് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്? വിശ്വാസധീരന്മാരുടെ, വിശ്വാസ വീരന്മാരുടെ ഭാഗമായിരിക്കുവാൻ. അതൊരിക്കലും നമ്മൾ മലങ്കരയിൽ മാത്രമായിട്ട് നിൽക്കുമ്പോൾ അതുണ്ടാവില്ല. അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടിയില്ല. അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാൻ. അപ്പൊ അപരനെ മോഹിക്കുകയാണ്. ടിപ്പു സുൽത്താൻ വന്നപ്പോ ടിപ്പു സുൽത്താൻ, കേണൽ മൺറോ വന്നപ്പോ കേണൽ മൺറോ, റഷ്യക്കാര് വന്നപ്പോ റഷ്യക്കാര്, ആന്റോണോവിച്ച് വന്നപ്പോ ആന്റോണോവിച്ച്, കലാഷ്നിക്കോവ് വന്ന കലാഷ്നിക്കോവ്. ആരെ കണ്ടാലും അപ്പ കാണുന്നവനെ അപ്പാ എന്ന് വിളിക്കുന്ന ഒരു പാരമ്പര്യവും പൈതൃകവുമാണ് കൂടുതൽ മലയാളികൾ കാണിച്ചിട്ടുള്ളത്. അപ്പൊ തനത് ദേശീയ സഭ എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാരമ്പര്യമേ ഉള്ളൂ. 10,000 വിശുദ്ധന്മാര്, സ്ലീഹന്മാര്, സഹദയന്മാര്, മൗദ്യാനന്മാര്, ഏവങ്കേലിസ്തന്മാര്, മരുഭൂപിതാക്കന്മാര്, മരുഭൂമാതാക്കന്മാര്, ഈ ഹിദായക്കാര്, ഇവരെല്ലാം വലിയ സംഘമാണ്. ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് സുറിയാനി സഭയ്ക്കുള്ളത്. അത്രമാത്രം സമ്പന്നമായ ആ ഒരു സഭാ പാരമ്പര്യം നമുക്ക് വേണം. ആ സഭാ പാരമ്പര്യം ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല, നിലനിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് യാക്കോബായ സഭയുടെ ഈ കേരളത്തിൽ യാക്കോബായ സഭ അങ്ങനെ നിൽക്കണം, ആ പൂർവിക പാരമ്പര്യത്തിൽ പൈതൃകത്തിൽ അങ്ങനെ നിൽക്കണമെന്ന് ചില ആളുകൾ തീരുമാനിച്ചു. ഒരുപാട് ത്യാഗവും കഷ്ടവും ഒക്കെ സഹിക്കേണ്ടി വന്നു. എങ്കിലും ആ പൈതൃകം കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. ഇവിടുത്തെ പൈതൃകം പുറത്തു പറയാൻ കൊള്ളുന്ന പൈതൃകമല്ല. ഇവിടുത്തെ പാരമ്പര്യം പുറത്ത് പറയാൻ കൊള്ളുന്ന പാരമ്പര്യമല്ല. ഇവിടുത്തെ പാരമ്പര്യം പറഞ്ഞാൽ പുലിക്കോട്ടിൽ ടൂപ്പിനെ പോലെയുള്ള ഈ പറഞ്ഞ നൃശംസന്മാരുടെ പാരമ്പര്യമേ ഉള്ളൂ. അത് നമുക്ക് പറ്റൂല. അത് മാത്രം കൊണ്ട് നമുക്ക് വണ്ടി ഓടൂല എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ഈ പരിശുദ്ധ സിംഹാസനവുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണമെന്ന് തീരുമാനിച്ചത്. അതിനുവേണ്ടിയാണ് ത്യാഗപൂർണമായ ഒരു തീരുമാനം പെരുമ്പള്ളി തിരുമേനി എടുത്തത്. അദ്ദേഹം ആ സാഹസത്തിൽ മുതിർന്നത്. അല്ലാതെ ചുമ്മാ ചുവന്ന ഉപ്പായിട്ട് വെച്ച് ആള് കളിക്കാനല്ല. അപ്പൊ ഇവര് ചിന്തിക്കുന്ന അങ്ങനെയാണ്. ആ മഹത്തായ ആ പാരമ്പര്യത്തിന്റെ തിരി മലങ്കരയിൽ അണയാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ അയ്യോ, ഇത് അണയാൻ പാടില്ല, ഇതിനെ ജ്വലിപ്പിച്ചു നിർത്തണം, ഈ ദീപം ഇവിടെ തുടരണം എന്ന് തീരുമാനിച്ചത്. ആ ദീപമാണ് തുടർന്ന് തോമസ് ബ്രദറാൻ കാതോലിക്ക ബാവ വളരെ കഷ്ടവും വാർദ്ധക്യവും ക്ഷീണവും ശാരീരിക വെല്ലുവിളികളും എല്ലാം വന്നിട്ടും അവസാനം വരെ അത് അണയാതെ കാത്തുസൂക്ഷിച്ച ആ ദീപമാണ് ഇന്ന് ബെസേലിയസ് ജോസഫ് കാതോലിക്ക ബാവയുടെ കൈകളിലേക്ക് ആ ദീപശിഖ പകർന്നിരിക്കുന്നു.